നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. പാകിസ്ഥാന്റെ നുണകളെയും പൊള്ളയായ വാദങ്ങളെയും ഇന്ത്യ പൊളിച്ചെടുക്കുന്നതിന് UN വേദി പലപ്പോഴും ഒരു അവസരമായിട്ടുണ്ട്. ഇന്ത്യയുടെ ശക്തമായ മറുപടികൾക്ക് മുന്നിൽ ഒരിക്കൽ പോലും പിടിച്ചു നിൽക്കാൻ പലപ്പോഴും പാകിസ്ഥാന് സാധിച്ചിട്ടുമില്ല. യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ 62ാമത് സമ്മേളനവും അത്തരമൊരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഭീകരവാദത്തെ ഭരണകൂട നയമായി സ്വീകരിച്ച് ഒടുവിൽ സ്വയം നശീകരണത്തിന്റെ പാതയിലെത്തി നിൽക്കുന്ന ഫ്രാങ്കൻസ്റ്റൈൻ രാജ്യമാണ് പാകിസ്ഥാൻ എന്നായിരുന്നു ഇന്ത്യ തുറന്നടിച്ചത്. സമ്മേളനത്തിൽ പാകിസ്ഥാന്റെ കള്ളപ്രചാരണങ്ങൾക്ക് മറുപടി നൽകവേ ഇന്ത്യൻ പ്രതിനിധിയും UN സ്ഥിരം മിഷൻ ഫസ്റ്റ് സെക്രട്ടറിയുമായ അനുപമ സിംഗാണ് പാകിസ്ഥാനെ വലിച്ചു കീറിയത്. സ്വന്തം പ്രവർത്തികളുടെ അനന്തരഫലങ്ങളാണ് രാജ്യം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്നും ഇന്ത്യ കൂട്ടിച്ചേർത്തു. തങ്ങൾ ഭീകരവാദത്തിന്റെ ഇരകളാണെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അനുപമ തുടക്കമിട്ടത്. സ്വന്തം കൈകൊണ്ട് വളർത്തിയ രാക്ഷസൻ തിരിഞ്ഞുകൊത്തുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നായിരുന്നു അനുപമയുടെ മറുപടി. പാകിസ്ഥാന് മാത്രം നിലനിർത്താൻ കഴിയുന്ന ഒരു വൈരുദ്ധ്യാത്മിക സാഹചര്യമാണിതെന്നും അവർ പരിഹസിച്ചു. ഭീകരവാദികളെ സംരക്ഷിക്കുന്നതും അവർക്ക് പരിശീലനം നൽകുന്നതും വിന്യസിക്കുന്നതും ഒരു ഭരണകൂട നയമാണെന്ന് പ്രതിരോധ മന്ത്രി തന്നെ പരസ്യമായി വീമ്പ് പറയുന്ന രാജ്യമാണിത്. എന്നിട്ടും പാകിസ്ഥാൻ തങ്ങളെ ഭീകരവാദത്തിന്റെ ഇരകളെന്ന് വിളിക്കുന്നുവെന്നും അവർ പറഞ്ഞു. സ്വന്തം കൈകൊണ്ട് വളർത്തിയ രാക്ഷസൻ തിരിഞ്ഞുകൊത്തുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഒരു ഫ്രാങ്കൻസ്റ്റൈൻ രാജ്യത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് പാകിസ്ഥാൻ എന്നും അവർ പരിഹസിച്ചു. തന്റെ സൃഷ്ടികർത്താവിന് തന്നെ പിന്നീട് ഭീഷണിയായി മാറുന്ന ആശയത്തെയോ ശക്തിയെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സാഹിത്യ പ്രയോഗമാണ് ഫ്രാങ്കൻസ്റ്റൈൻ സ്റ്റേറ്റ്. മേരി ഷെല്ലി എന്ന വിഖ്യാത എഴുത്തുകാരി 1818 എഴുതിയ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന പ്രശസ്തമായ സയൻസ് ഫിക്ഷൻ നോവലിൽ നിന്നാണ് ഈ പ്രയോഗമുണ്ടായത്. രാഷ്ട്രീയത്തിലും നയതന്ത്രത്തിലും ഈ പ്രയോഗം വളരെ പ്രശസ്തമാണ്. ഒരു രാജ്യമോ ഭരണകൂടമോ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒരു പ്രത്യേക ഗ്രൂപ്പിനെയോ ഭീകര സംഘടനയോ രഹസ്യമായി വളർത്തിയെടുക്കുന്നു. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സംഘടനകൾ അവരെ വളർത്തിയ രാജ്യത്തിന് തന്നെ വലിയ ഭീഷണിയാവുകയും അവരെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴൊക്കെ ഈ പ്രയോഗം ചർച്ചയാകാറുണ്ട്. അതേസമയം അനുപമ സിംഗ് ഏത് മന്ത്രിയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കിയില്ലെങ്കിലും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ വർഷം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചായിരിക്കാം അവർ സൂചിപ്പിച്ചതെന്നാണ് വിവരം. മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിനിടെ 3 പതിറ്റാണ്ടിലേറെയായി പാകിസ്ഥാൻ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് ആസിഫ് അതിൽ സമ്മതിച്ചിരുന്നു. അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും വേണ്ടി പാകിസ്ഥാൻ വൃത്തികെട്ട പണികൾ ചെയ്യുകയായിരുന്നുവെന്നാണ് ആസിഫ് തുറന്ന് സമ്മതിച്ചത്. എന്നാൽ പാകിസ്ഥാന് വലിയ വില കൊടുക്കേണ്ടി വന്നത് തെറ്റായിരുന്നുവെന്നും അന്ന് ഖ്വാജ ആസിഫ് വിശേഷിപ്പിച്ചിരുന്നു. അതിനാൽ ഖ്വാജ ആസിഫിനെ തന്നെയാകാം അനുപമ സിംഗ് പരാമർശിച്ചതെന്നാണ് സൂചന. ഇതുകൊണ്ടും തീർന്നില്ല. പാക് അധിനിവേശ കശ്മീരിലെ റാവൽകോട്ട് മേഖലയിൽ അടുത്തിടെയുണ്ടായ സംഘർഷങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യങ്ങളിലേക്കും അനുപമ ശ്രദ്ധ ക്ഷണിച്ചു. വിലക്കയറ്റം, ഉയർന്ന വൈദ്യുതി നിരക്ക്, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്കെതിരെ ഈ മാസം ആദ്യം POK-യിലുടനീളം വലിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. സബ്സിഡി നിരക്കിൽ ഗോതമ്പ് മരിയും നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രതിഷേധക്കാർക്കെതിരെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ അടിച്ചമർത്തലിൽ 16 പേർ കൊല്ലപ്പെടുകയും 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഭക്ഷണത്തിനായിട്ടുള്ള ആവശ്യങ്ങളെ വെടിയുണ്ടകളും ക്രൂരതയും കൊണ്ടാണ് അവർ നേരിട്ടതെന്നായിരുന്നു അനുപമയുടെ ഈ വിഷയത്തിലുള്ള മറുപടി. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ സ്വന്തം ആഭ്യന്തര പരാജയങ്ങൾ മറച്ചുവെക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും അവർ അടിവരയിട്ട് പറഞ്ഞു. ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്നതിന് പകരം സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ നേരെയാക്കാനാണ് അനുപമ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും അവർ വ്യക്തമാക്കി. ഇനി പരിഹരിക്കപ്പെടാനുള്ള ഒരേയൊരു വിഷയം ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്നതും അത് തിരികെ നൽകുന്നതും മാത്രമാണെന്നും അവർ പറഞ്ഞു.